ഹലോ ഗൈസ്, വെൽക്കം ടു ഫുട്ബോൾ സെൻട്രൽ. അങ്ങനെ ഒരു 3-2 വിജയം സ്വന്തമാക്കിയിട്ടുണ്ട് ബാഴ്സലോണ. ഒരു കഴിഞ്ഞ എൽ ക്ലാസിക്കോന്റെ പകരം വീട്ടി എന്ന് പറയാം. അതും അവർ ചാമ്പ്യൻസ് ആയിട്ടാണ് വിജയിച്ച് കയറിയേക്കുന്നത്. ഒരു ടോപ്പ് ക്ലാസ് തന്നെ വിജയം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു കിടിലൻ മാച്ച് തന്നെയായിരുന്നു, നമ്മളെല്ലാവരും കണ്ടതാണ്. എൽ ക്ലാസിക്കോ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു പവർ എന്താണെന്ന് നമുക്ക് എന്തായാലും അറിയാം. ഹാൻസി ഫ്ലിക്കിനെ പറ്റിയാണ് പറയേണ്ടത്. കാരണം ആളുടെ 8 ഫൈനലിൽ ആൾ 8ഉം ജയിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ബാഴ്സയെ നല്ല രീതിയിൽ തന്നെ ആള് എന്താ പറയാ ഒരു അടുത്ത ലെവലിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ടോട്ടലി ടീമിനെ മാറ്റിയെടുത്തു എന്ന് പറയാം. ഒരു കംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് വേണമെങ്കിൽ പറയാം. അതേപോലെ ടീമിനെ മൊത്തത്തിൽ മാറ്റിയിട്ടുണ്ട്. നമുക്കറിയാം എവിടെ കിടന്ന വെച്ചാൽ ടീമാണെന്ന് നമുക്കറിയാം. അതിന് മൊത്തത്തിൽ മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഹാൻസി ഫ്ലിക്കിന്റെ ആ ഒരു വരവോട് കൂടിയാണെന്ന് അറിയാം. മൊത്തത്തിലൊരു എന്താ പറയുക ഒരു നല്ല മാച്ച് തന്നെയായിരുന്നു. ഇവരുടെ ഒരു ഫ്രണ്ട് ത്രീ എടുത്തു പറയണം. കാരണം എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കളിച്ചു. യമാലാണെങ്കിലും ചില സൈഡിൽ പൂട്ടിയെങ്കിലും പക്ഷെ ആളുടെ നല്ലൊരു പെർഫോമൻസ് തന്നെയായിരുന്നു. എന്താ പറയാ ബാഴ്സ ഇപ്പൊ ഒരു ടീമായിട്ട് കളിക്കുന്നുണ്ട്. അതാണ് അവരുടെ ഒരു വിജയം. ഫുള്ളായിട്ട് എന്താ പറയാ ഒരു ടീം ഗെയിം ആയിട്ടാണ് ഇപ്പൊ ബാഴ്സലോണ കളിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ എംബാപ്പക്ക് ട്രോഫി ഇല്ല. എംബാപ്പയുടെ വരവോടുകൂടി റയൽ മാഡ്രിഡിന് നമുക്കറിയാം കഷ്ടകാലം തന്നെയാണ്. കാരണം അവർക്ക് ട്രോഫിലെസ് ആണെന്ന് പറയാം. പുള്ളി കളിച്ച എല്ലാ ഫൈനലും തോറ്റിട്ടുണ്ട്. ഇപ്പൊ ഇതാ വേറൊരു ഫൈനൽ കൂടി തോറ്റെന്ന് പറയാം. ആള് വന്നിട്ട് ആൾക്കൊരു നല്ല സ്റ്റാർട്ടല്ല. ആള് ഗോളുകൾ അടിക്കുന്നുണ്ട്, പക്ഷെ ആ ഒരു നല്ല സ്റ്റാർട്ടല്ല കിട്ടിയേക്കണ. പിന്നെ റാഫീന് എന്താ പറയാ വാട്ട് എ പ്ലെയർ. ആളില്ലാണ്ട് എൽ ക്ലാസിക്കോലി റയൽ ബാഴ്സനെ അടിച്ചിരുന്നേച്ചി. പക്ഷെ ആള് തിരിച്ചു വന്ന് അതിനുള്ള മറുപടി കൊടുത്തെന്നുള്ളതാണ്. ആളെന്താ പറയാ ഒരു കിടിലൻ പ്ലെയർ തന്നെയാണ്. ആള് ടോട്ടലി ആളുടെ ആദ്യത്തെ ഗോളാണെങ്കിൽ കിടിലൻ തന്നെയായിരുന്നു. ആളുടെ മെന്റാലിറ്റി സൂപ്പർ ആണെന്ന് പറയാം. ടോട്ടലി മാറിയിട്ടുണ്ട്. ആൾക്ക് ആ കൈവിട്ട് പോയ ബാലൻഡോർ തിരികെ എന്തായാലും പുള്ളി പിടിക്കും. അതേപോലത്തെ പെർഫോമൻസ് ആണ് ആള് കാഴ്ചവെച്ചുകൊണ്ടിരിക്കണേന്ന് പറയാം. ആളുടെ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് തന്നെ ഉണ്ടെല്ലാം. 2 ഗോൾ അതിലൊരെണ്ണം നമുക്കറിയാം ഒരു ഓൺ ഗോൾ ആയിരുന്നു. ഒരു ഡിഫ്ലക്റ്റഡ് ഷോട്ട് ആയിരുന്നു. പക്ഷെ എന്നാലും ഓവറോള് 11 ഗെയിമിൽ നിന്നും 10 ഗോൾ പെർ അസിസ്റ്റ് ഉണ്ട് ആൾക്ക് റിയൽ മാഡ്രിഡിനെതിരെ. അപ്പോൾ ഒരു ബിഗ് ഗെയിം പ്ലെയർ ആണെന്ന് നമുക്കറിയാം ആള്. അപ്പോൾ ഒരു ഫ്രണ്ട് ത്രീ നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. ഒരു കിടിലൻ പ്ലെയർ തന്നെയായിരുന്നു ടോട്ടലി. ലെവൻഡോസ്കി ആണെങ്കിലും റാഫിനെ ആണെങ്കിലും യമാലാണെങ്കിലും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കളിച്ചെന്ന് പറയാം. പിന്നെ ബാക്ക് ടു പെഡ്രി നമുക്കറിയാം ആളൊരു ക്ലാസ് പ്ലെയർ ആണ്. വീണ്ടും അത് തെളിയിച്ചിട്ടുണ്ട്. ബാക്ക് ടു ബാക്ക് ആളുടെ കളി ഒരു രക്ഷയില്ലെന്ന് പറയാം. കാരണം അതുപോലെ ആയിരുന്ന ആളും ഡിജോങ്ങും കൂടി കളിച്ചുകൊണ്ടിരുന്നത് വെച്ചാൽ ടോട്ടലി ഡോമിനൻസ് ആയിരുന്നു മിഡ്ഫീൽഡിൽ. ആള് ഏരിയയിലൊക്കെ വിൻ ചെയ്യേണ്ടെന്നുള്ളതാണ്. അത് ഹാൻസി ഫ്ലിക്ക് വന്നേ പിന്നെയാണ്. അവിടെ തന്നെ അറിയാം നമുക്ക് ടീമിന്റെ മാറ്റം എന്താണെന്ന്. കാരണം ആളൊരു പ്യുവർ ടാലന്റ് ആണ്. ആളെ മാറ്റിയെടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ. പെഡ്രി എപ്പോഴത്തെ പോലെ തന്നെ ഒരു ടോപ്പ് ക്ലാസ് പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ചു. പിന്നെ ഡിജോങ് നമുക്കറിയാം ആളെ എല്ലായിടത്തും ഉണ്ടായിരുന്നു പറയാം. ഗ്രൗണ്ടിൽ എവിടേക്കാണോ കളി നടക്കുന്നത് അവിടെ എല്ലാം ആൾ ഓടി കളിച്ചു എന്നുള്ളതാണ്. അത്രയും ടോപ്പ് ക്ലാസ് പ്ലെയർ ആയിരുന്നു ആള്. എവിടേക്കാണോ നമ്മൾ നോക്കുന്നത് ആ എല്ലാ സ്ഥലത്തും ഡിജോങ് ഉണ്ടെന്ന് പറയാം. ആളാ ഒരു മിഡ്ഫീൽഡ് മജസ്ട്രോ തന്നെയാണ്. ആളെല്ലായിടത്തും ടോപ്പായിട്ട് തന്നെയാണ് കളിച്ചതും ടീമിനെ നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്ത് കളിക്കുന്ന ഒരു പ്ലെയറാണ്. ആളെ കാണാഞ്ഞത് ആ ഒരു റെഡ് കാർഡിന് ശേഷം എന്ന് പറയാം. കാരണം അത്രയും ആൾ ആ ഒരു ഗെയിമിൽ എൻഗേജ്ഡ് ആയിരുന്നു. ടോട്ടലി കൺട്രോൾ ചെയ്ത് കളിച്ചെന്ന് പറയാം. മിഡ്ഫീൽഡ് ഓൾറെഡി ടോപ്പാണ്. ഡിജോങ് ഉള്ളപ്പോൾ എന്താ ഒരു വേറെ ലെവലിലേക്കാവുന്നു എന്ന് പറയാം. പിന്നെ ജോഹാൻ ഗാർസിയ നമുക്കറിയാം ബാഴ്സയുടെ കാത്തിരിപ്പിന് ശേഷം അവർക്കൊരു ഗോൾ കീപ്പർ കിട്ടിയെന്നുള്ളതാണ്. അത്രയും ടോപ്പ് ക്ലാസ് ആയിരുന്നു ആള്. 7 സേവ് ഉണ്ടായിരുന്ന ആളുടെ ഭാഗത്തുനിന്ന്. സോ ക്ലാസ് പ്ലെയർ തന്നെയാണ്. അവർക്ക് കിട്ടിയ എന്താ അടുത്തൊരു കിടിലൻ പ്ലെയർ ആണെന്ന് തന്നെ പറയാം. സെക്കൻഡ് ഹാഫ് ആയപ്പോൾ നമ്മൾ കണ്ടാണ് അതിക്ക് തൊട്ട് മുമ്പായിട്ട് കളി എൻഗേജിങ് ആയ. ആദ്യം റാഫീനെ അടിച്ച് ഒരു ഗോള്, പിന്നെ വിനീഷ്യസിന്റെ ആ ഒരു സോളോ ഗോള്, അതിനുശേഷം വീണ്ടും ലെവൻഡോസ്കിയുടെ ഒരു ഫിനിഷ് ഉണ്ടായിരുന്നു. അതും ടോപ്പായിരുന്നു എന്ന് പറയാം. പിന്നെ വീണ്ടും ഒരു ഗോൾ കൂടി അടിച്ചു. ഒരു എന്താ പറയുക പീക്കായെന്ന് പറയാം. സെക്കൻഡ് ഹാഫ് കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി എൻഗേജിങ് ആയിരുന്നു. റാഫീനയുടെ ആദ്യത്തെ ഒരു ചാൻസ് നമ്മൾ കണ്ടാണ്. ആ ഒരു ചാൻസ് ആൾക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല. സെക്കൻഡും അതേപോലത്തെ ഒരു ചാൻസ് കിട്ടി. ആളത് കറക്റ്റായിട്ട് അടിച്ച് കയറ്റി എന്നുള്ളതാണ്. യാതൊരു ചാൻസും എന്താ പറയുക കോട്ടുമൊക്കെ കൊടുത്തില്ല. അത്രയും ടോപ്പായിട്ട് തന്നെയാണ് ആളെ ടീമിലുണ്ടാകുമ്പോൾ ബാഴ്സയുടെ ആ ഒരു കളി തന്നെ വേറെ ലെവലാണെന്ന് പറയാം. നിലവിൽ ബാഴ്സയുടെ എന്താ ടോപ്പ് പ്ലെയർ ആണെന്ന് തന്നെ പറയാം ആള്. പിന്നെ വിനീഷ്യസിന്റെ ആ ഒരു ഗോള് നമ്മൾ കണ്ടാണ്. ആളുടെ ഒരു ക്ലാസ് കുറച്ചായി കണ്ടിട്ട്. ആളുടെ ആ ഒരു സോളോ ഗോള് ഒന്നും പറയാനുണ്ടായിരുന്നില്ല. ഗ്രൗണ്ടിന്റെ പകുതിക്ക് വെച്ചാണ് ആള് ആ ബോൾ റിസീവ് ചെയ്ത് സോളോ ഗോൾ അടിച്ചതെന്ന് പറയാം. നമ്മുടെ എന്താ കുണ്ടയ്ക്ക് യാതൊരു ചാൻസും ഉണ്ടായിരുന്നില്ല. ആള് മടക്കിയാണ് അടിച്ചതെന്ന് പറയാം. അത്രയും ഒരു എന്താ പറയാ ടോപ്പ് ക്ലാസ് ഗോൾ തന്നെയായിരുന്നു അത്. അത്രയും ഗ്രൗണ്ട് കവർ ചെയ്ത് വന്ന് അടിക്കണമെങ്കിൽ അത് വിനീഷ്യസിന്റെ ഒരു നമുക്കറിയാം ആളുടെ ക്വാളിറ്റി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഒരു കിടിലൻ ഗോൾ തന്നെയായിരുന്നു. ഓവറോൾ ആളുടെ ഒരു മാച്ച് കിടിലൻ തന്നെയായിരുന്നു. ആ ഒരു രണ്ടാമത്തെ ഗോള് നമ്മൾ കണ്ടാൽ ലെവൻഡോസ്കിയുടെ ഒരു ടച്ചും ആളുടെ ഒരു ക്ലാസും ഇതുവരെ പോയിട്ടില്ല എന്നുള്ള ഒരു തരത്തിലുള്ള ഒരു ഗോളായിരുന്നു. ആളുടെ 2-3 ചാൻസ് ഉണ്ടായിരുന്നു ആൾക്ക്.
പക്ഷെ ആൾ ആ ഒരു കൃത്യം ടൈമിൽ ആ ഒരു ലീഡ് എടുത്തു കൊടുത്തു എന്നുള്ളതാണ്. കാരണം ബിഗ് ഗെയിമിൽ നമുക്കറിയാം ആളെപ്പോഴും പെർഫോമൻസ് നടത്തുന്ന ഒരു പ്ലെയറാണ് ലെവൻഡോസ്കി. അത് ഈ ഒരു കളിയിൽ ഉണ്ടായിരുന്നുള്ളതാണ്. ഇതും ഒരു ഫൈനൽ തന്നെയായിരുന്നു. സോ ഒരു രണ്ടാമത്തെ ആ സെക്കൻഡ് ഹാഫിന് മുമ്പ് ഗായ്സി അടിച്ച ആ ഒരു ഗോളും ആള് ഒരു കിടിലൻ ഒരു എന്താ പറയാ, ആൾ കിടന്നിട്ടാണ് അടിച്ചതെന്ന് പറയാ. അതൊരു ഓൺ ഗോൾ ആയിട്ടാണ് കൊടുത്തത്. പക്ഷെ ആളുടെ ഒരു ഡെഡിക്കേഷൻ തന്നെയാണ്, ആളുടെ ഒരു ലെവൽ അവിടെ കാണിച്ചു എന്നുള്ളതാണ്. കാരണം ആളുടെ ആ ഒരു ഗോളും ആ ടീമിന് നല്ല രീതിയിൽ തന്നെ സെക്കൻഡ് ഹാഫിൽ ഹെൽപ്പായി എന്നുള്ളതാണ്. പിന്നെ സെക്കൻഡ് ഹാഫ് തുടങ്ങി കഴിഞ്ഞപ്പോഴും നമ്മൾ കണ്ടതാണ് റാഫീനയുടെ വിജയ ഗോൾ ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴായിരുന്നു. അങ്ങനെ ബാഴ്സ ആഗ്രഹിച്ച പോലെ ലാസ്റ്റ് ആയപ്പോൾ അവർക്ക് അത് കിട്ടി. പിന്നെ ബെല്ലിഹാമിന് വൺ ഓഫ് ദ വേസ്റ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. ഒന്നിനും കൊള്ളൂലായിരുന്നു. യാതൊരു തരത്തിലും ആൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഗ്രൗണ്ട് വിളിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയാം. അത്രയും എന്താ പറയാ, ഒരു വേസ്റ്റ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു ആളുടെ ഭാഗത്തുനിന്ന്. പിന്നെ ഈ ഒരു ഇത് നോക്കിയാൽ കാണാം, ഓവറോൾ അവർ ടീം ഗെയിം ആയിട്ട് തന്നെ കളിച്ചത്. പക്ഷെ റയൽ മാഡ്രിഡ് എന്തായാലും ടീം എന്ന നിലയിലല്ല, ഇൻഡിവിജ്വാലിറ്റിയിലാണ് ഇപ്പോഴും നിൽക്കുന്നത്.